ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 11-ാം തിരുവചനം. എന്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുക, അതിനോട് തീവ്ര അഭിനിവേശം കാണിക്കുക, നിനക്ക് ജ്ഞാനം ലഭിക്കും. പഴയ നിയമത്തിൽ ദൈവമായ കർത്താവ് പ്രവാചകന്മാരോട് പറയുന്നുണ്ട് ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുവാൻ. എസെക്കിയേൽ പ്രവാചകൻ, ജെർമിയ പ്രവാചകൻ, അവരെല്ലാം ദൈവത്തിന്റെ വചനം ഭക്ഷിച്ച് ആ വചനത്തിന്റെ മാധുര്യം അനുഭവിച്ച് ആ വചന ഹൃദയത്തിലേക്ക് പേറി ആ വചനമാണ് മറ്റുള്ളവരോട് അവർ പ്രസംഗിച്ചത്. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന്റെ വചനത്തിന് എന്തെന്നില്ലാത്ത രീതിയിൽ അഭിഷേകവും കൃപയും വർഷിക്കാൻ സാധിക്കും. മനുഷ്യന്റെ വാക്കുകളും ദൈവത്തിന്റെ വാക്കുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യന്റെ വാക്കുകൾ നമ്മളൊക്കെ സാധാരണ സംസാരിക്കുന്നു, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത അത് പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും ദൈവമായ കർത്താവ് അരുൾ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുള്ളത്. നമ്മൾ ഒരു പുസ്തകം വായിച്ചു, നോവൽ വായിച്ചു, നല്ലൊരു പദ്യം ഗ്രഹിച്ചു, അല്ലെങ്കിൽ ഒരു പോയം നമ്മൾ കേട്ടു, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് ഒരുപക്ഷെ പ്രചോദനങ്ങൾ തരുന്നുണ്ടാകാം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത അത് നമ്മുടെ ജീവിതത്തിന് ട്രാൻസ്ഫോർമേഷൻ തരും. നമ്മുടെ കുടുംബങ്ങളിൽ ഇരിക്കുന്ന ബൈബിൾ, നമ്മുടെ മുറിയിലൊക്കെ അടഞ്ഞിരിക്കുന്ന ബൈബിൾ, ഈ ബൈബിളിന്റെ പ്രത്യേകത എന്താ? ഈ ബൈബിളിന് ശക്തിയുണ്ട്. ഈ ബൈബിൾ തുറന്നു, ഈ ബൈബിളിലൂടെ ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചോ അതെല്ലാം നമുക്ക് ഇൻസ്പിറേഷൻ ആണ് തരുന്നതെങ്കിൽ ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിന് ട്രാൻസ്ഫോർമേഷൻ തരുന്നത്. നമ്മൾ കാണുക എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവമായ കർത്താവ് എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഈ കാണുന്ന ചുരുൾ ഭക്ഷിക്കുക, എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വായ് തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാൻ അത് ഭക്ഷിച്ചു, എന്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. എസെക്കിയേൽ പ്രവാചകൻ ദൈവമായ കർത്താവ് നൽകിയ ചുരുൾ ഭക്ഷിച്ചു. ആ വചനത്തിന്റെ ചുരുൾ അവൻ ഭക്ഷിച്ചു. അതിനുശേഷമാണ് അവൻ പ്രസംഗിക്കുവാനായി ഇറങ്ങിയത്. ഒരു ക്രൈസ്തവ ജീവിതത്തിൽ ശക്തിയുള്ള വ്യക്തിയായി തീരണോ? വചനത്തോട് ചേർന്നിരിക്കണം. വചനത്തോട് ചേർന്നിരിക്കുമ്പോൾ ആ വ്യക്തി ശക്തിയുള്ള വ്യക്തിയായി തീരും. ഈ വ്യക്തി അദ്ദേഹത്തിന്റെ ശുശ്രൂഷ മേഖലകളിലായിക്കൊള്ളട്ടെ, ആ ശുശ്രൂഷ മേഖലയിൽ അഭിഷേകവും കൃപയും നിറയണമോ? ഈ ദൈവമായ കർത്താവിന്റെ വചനത്തിന്റെ ചുരുൾ ഭക്ഷിക്കാൻ തയ്യാറാവണം. ആ വചനത്തിൽ ഇരിക്കാൻ സാധിക്കണം. അതാണ് വചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വീണ്ടും നമ്മൾ കാണുകയാണ് ജെർമിയ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 16-ാം തിരുവചനം. അങ്ങയുടെ വചനം ഞാൻ കണ്ടെത്തിയപ്പോൾ അവ ഞാൻ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എന്റെ ഹൃദയത്തിന് സന്തോഷവും. നമ്മുടെ കുടുംബങ്ങളിൽ അടഞ്ഞിരിക്കുന്ന ഈ ബൈബിൾ ഇന്നൊന്ന് തുറക്ക. ഈ ബൈബിൾ തുറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജെർമിയ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അരുൾ ചെയ്തത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുക. എന്റെ ഹൃദയത്തിന് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവും നൽകുവാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും എന്നുള്ളതാണ്. വീണ്ടും ജെർമിയ പ്രവാചകനോട് ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു. ജെർമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം. അനന്തരം കർത്താവ് കൈ നീട്ടി എന്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ വചനം ഇതാ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാർ പ്രസംഗിക്കാൻ ഇറങ്ങിയത്, പ്രബോധനം നൽകാൻ ഇറങ്ങിയത് എവിടെ നിന്നായിരുന്നു? ദൈവമായ കർത്താവിന്റെ വചനത്തിൽ അടയിരുന്ന, അതിൽ നിന്ന് ശക്തി സംഭരിച്ച്, അതിൽ അഭിഷേകം സ്വീകരിച്ച്, അതിന്റെ മാധുര്യം മനസ്സിലാക്കി, അതിന്റെ ചുരുൾ ഭക്ഷിച്ച് അവർ ഇറങ്ങി. അവിടെ അവർ ഇറങ്ങിയപ്പോൾ മാനസാന്തരങ്ങളും സൗഖ്യങ്ങളും രക്ഷയും കൈവന്നു എന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് പ്രസംഗിക്കുന്നു, പ്രസംഗിച്ചിട്ടും എന്തുകൊണ്ടാ മാനസാന്തരമില്ലാത്ത? ഒരുപാട് വ്യക്തികൾ വാത്തോരാതെ തൊണ്ട ചണ്ടയാക്കുന്നുണ്ട്. എന്നിട്ടും എന്താ അനേകം വ്യക്തികളുടെ ജീവിതത്തെ സ്പർശിക്കാതെ പോകുന്നേ? അതിന്റെ കാരണം ഇതാണ്, നമ്മൾ ഓരോരുത്തരും പറയുന്ന വചനങ്ങൾ ധ്യാനിക്കാത്തതുകൊണ്ടും
വചനത്തിന്റെ ചുരുൾ ഭക്ഷിക്കാത്തതുകൊണ്ടുമാണ് നമ്മിൽ സംഭവിച്ചിരിക്കുന്ന ഈ അപകടം എന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ശുശ്രൂഷ മേഖലയിൽ ആധികാരികത ഉണ്ടാകണമോ? ആധികാരികത ഉണ്ടാകണമെങ്കിൽ ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന ഈ വചനം ഭക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാവണം. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അനുഭവിക്കാത്ത വചനത്തെക്കുറിച്ച് ആധികാരികമായി പ്രസംഗിക്കാൻ സാധിക്കുക? മനുഷ്യനെ രക്ഷയിലേക്ക് മാനസാന്തരത്തിലേക്ക് നയിക്കണമോ? എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ വചനമുണ്ടല്ലോ, 30 മേരിയും 60 മേരിയും ഫലം പുറപ്പെടുവിക്കണമോ? ഈ വചനത്തിൽ ഇരിക്കാൻ എനിക്ക് സാധിക്കണം എന്നുള്ളതാണ്. വചനത്തിന് എന്താണ് ഇത്രമാത്രം പ്രാധാന്യം? നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം തിരുവചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഒരു വാക്കു പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മനുഷ്യന്റെ ഉള്ളിൽ നിന്നുള്ള ആ ശക്തി പുറപ്പെടുന്ന അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ കൂട്ടമാണ് എന്ന് പറയും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്താ? ദൈവത്തിന്റെ വചനം അതൊരു ശക്തിയല്ല, മറിച്ച് അതൊരു വ്യക്തിയാണ്, അതൊരു ജീവനാണ്. ദൈവത്തിന്റെ വചനം ഒരു ശക്തിയല്ല, മറിച്ച് അതൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേരാണ് കർത്താവ് യേശു മിശിഹ. നമ്മൾ ഓർത്തോ പ്രിയപ്പെട്ടവരെ, ഈ അപ്പോസ്തലന്മാരൊക്കെ എന്താണ് പ്രസംഗിച്ചത്? അവരൊക്കെ പ്രസംഗിച്ചത് അവർ കണ്ടത്, അനുഭവിച്ച് ചെവി കൊണ്ട് കേട്ടത്, അതാ അവർ പ്രസംഗിച്ചത്. ദൈവത്തിന്റെ വചനം നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഈ അനുഭവം നമുക്കുണ്ടാവണം. അപ്പോസ്തലന്മാരൊക്കെ ഈ വചനത്തിൽ അടയിരുന്ന് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അനുഭവം കേട്ടി അവർ ഇറങ്ങിയ. ഇന്നും ഈ കാലഘട്ടത്തിലും ഏതൊക്കെ വ്യക്തിയുടെ വചന പ്രഘോഷണങ്ങളാണ് ദൈവജനത്തെ സ്വാധീനിക്കുക? വചനത്തിൽ അടയിരിക്കുന്ന വ്യക്തികളുടെ. ഓർത്തോ പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിക്കും കർത്താവിന്റെ വചനം തരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ വചനം ആരാണ്? യേശു നമ്മുടെ ഇടയിൽ വസിക്കുന്നു. ദൈവത്തിന്റെ വചനം ബൈബിൾ തുറക്കുമ്പോൾ തിരിച്ചറിഞ്ഞു ഈ വചനത്തിൽ യേശു വസിക്കുന്നു എന്നുള്ളത്. അല്ലാതെ ഇത് സാധാരണ വാക്കുകളല്ല. വീണ്ടും കാണുക, ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 11-ാം തിരുവചനം, എന്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുക, അതിനോട് തീവ്രമായ അഭിനിവേശം കാണിക്കുക, നിനക്ക് ജ്ഞാനം ലഭിക്കും എന്നുള്ളതാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 112-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥം ഈശോയുടെ തിരുഹൃദയമാണ്. നമ്മൾ ഓരോരുത്തരും ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കണോ? ആ തിരുഹൃദയത്തിലെ സ്നേഹം നമുക്ക് അനുഭവിക്കണമോ? വചനത്തോട് ചേർന്നിരുന്നാൽ മതി. ആരാണ് ഏറ്റവും ഹൃദയം തുറന്ന് സംസാരിക്കുക? ഏത് വ്യക്തിയാണോ സ്നേഹത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആഴപ്പെടുന്ന ആ വ്യക്തി ഹൃദയം തുറന്ന് സംസാരിക്കും. പ്രണയിയെ കുറിച്ച് പറയും, ഈ പ്രണയിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്ന സ്നേഹത്തിൽ എത്രമാത്രം ആഴപ്പെടുന്നുവോ അത്രമാത്രം ഹൃദയം തുറന്ന് സംസാരിക്കും. ഇതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ ഒരു വ്യക്തി എത്രമാത്രം ഈ വചനത്തോട് ആഴപ്പെടുന്നുവോ, ഈ വചനത്തിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുന്നുവോ, ആ വ്യക്തിക്ക് ആ വചനത്തിന്റെ ഉൾക്കാഴ്ചകൾ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞു. ഇന്ന് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം ഈശോയുടെ തിരുഹൃദയമാണെങ്കിൽ അതിന്റെ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ പതിക്കണം. എങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുകയുള്ളൂ, ഈ വചനത്തോടുള്ള തുറവിയുണ്ടാവുകയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ ഈ വചനം വായിച്ചോ, പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ഉൾക്കാഴ്ചകൾ നമുക്ക് തരും. എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ അത്രമാത്രം ആ തിരുവചനത്തെ ചേർത്ത് പിടിക്കാൻ, നെഞ്ചോട് ചേർത്ത് വെക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കും എന്നുള്ളതാണ്. എന്താണ് ഈ വചനത്തിന്റെ ശക്തി? പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ഇവിടെ ദൈവമായ കർത്താവ് എസെക്കിയേൽ പ്രവാചകനെ അസ്ഥികളുടെ താഴ്വരകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ അസ്ഥികളുടെ താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം എസെക്കിയേൽ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ കാണുന്നേ?
ഉണങ്ങി വരേണ്ട അസ്ഥികളാണ് കാണുന്നത്. അതിനുശേഷം എസെക്കിയേൽ പ്രവാചകനോട് ദൈവമായ കർത്താവ് ചോദിക്കുകയാണ്, ഈ അസ്ഥികൾക്ക് ജീവൻ വെക്കാൻ സാധിക്കുമോ? ജീവൻ പ്രാപിക്കാൻ സാധിക്കുമോ? ഈ സമയത്ത് എസെക്കിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്, അങ്ങേക്കെല്ലാം അറിയുമല്ലോ എന്ന്. എന്തായിരുന്നു ഈ അസ്ഥികളുടെ അവസ്ഥ? ഈ അസ്ഥികൾ വെറുതെ ഈ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഈ അസ്ഥികൾ കിടക്കുക. എന്നാൽ ദൈവമായ കർത്താവ് അസ്ഥികളുടെ താഴ്വരയിൽ ദൈവത്തിന്റെ വചനം എസെക്കിയേൽ പ്രവാചകനിലൂടെ പ്രസംഗിക്കപ്പെട്ടപ്പോൾ അവിടെ സംഭവിച്ചത് എന്താ? ഈ അസ്ഥികളിലേക്ക്, വരണ്ടുടങ്ങിക്കിടക്കുന്ന അസ്ഥികളിലേക്ക് ഇതാ മാംസം വളർത്തി, ചർമ്മം പൊതിഞ്ഞു, അതിന്റെ ഞരമ്പുകൾ വെച്ചു പിടിപ്പിക്കുകയും ജീവൻ പ്രാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞു, ദൈവത്തിന്റെ വചനം ഈ എസെക്കിയേൽ പ്രവാചകനിലൂടെ അസ്ഥികളുടെ താഴ്വരയിലേക്ക് കടന്നു വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളാ. അവിടെ ഞരമ്പുകൾ വെച്ചു പിടിപ്പിക്കപ്പെട്ടു, പുതിയ ചർമ്മം വന്നു, അവിടെ മാംസമുണ്ടായി എന്നുള്ളതാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികളുടെ ജീവിതങ്ങൾ ഇതുപോലെ തകർന്നു കിടക്കുന്ന അവസ്ഥയ, അസ്ഥികളുടെ താഴ്വരകൾ പോലെ കിടക്കുന്ന അവസ്ഥയ. ഒരുപക്ഷെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇനി ഒരു രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയ. എന്നാൽ ഈ ഒരു രക്ഷയും ഇല്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്നെ വീണ്ടെടുക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പേരാ വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ. ബാക്കിയുള്ള പുസ്തകങ്ങൾ പോലെയല്ല മക്കളെ. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയി, ഇനി ഒരു രക്ഷയില്ല എന്ന് നീ ചിന്തിക്കുന്നു. ഒരു രക്ഷയില്ല എന്ന് നീ ചിന്തിക്കുന്ന സമയത്ത് നിന്നെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന്റെ വചനത്തിൽ സാധിക്കുമെന്ന് എസെക്കിയേൽ പ്രവാചകൻ നമുക്ക് കാണിച്ചു തരികയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ എസെക്കിയേൽ പ്രവാചകനിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ഈ അസ്ഥിയുടെ താഴ്വരയുടെ ചരിത്ര പശ്ചാത്തലം? BC 587 വരെ ഇസ്രായേൽ ജനം എന്തെന്നില്ലാത്ത ബാബിലോന്റെ അടിമത്തത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടം. അവരുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങളിൽ അവർ തകർന്ന് തരിപ്പണമായിരിക്കുക. ഇസ്രായേൽ ജനത്തെ മുഴുവൻ പിടിച്ചുകൊണ്ട് ബാബിലോന്റെ അടിമത്തത്തിലാക്കിയിരിക്കുക. ഈ സമയത്ത് 3 കാര്യങ്ങളാണ് ഇസ്രായേൽ ജനത്ത് നഷ്ടപ്പെട്ടു പോയത്. അസ്ഥിയുടെ താഴ്വരയിൽ എസെക്കിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് പുതിയ മാംസം തരും, ഞാൻ നിനക്ക് പുതിയ ചർമ്മം തരും, ഞാൻ നിനക്ക് പുതിയ ഞരമ്പുകൾ വെച്ച് തരുമെന്ന്. ഇത് 3 പ്രതിദാനം ചെയ്യുന്ന എന്താ? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ ജനം, അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയത് 3 കാര്യങ്ങളിലായിരുന്നു. ഒന്ന്, ഈ ബാബിലോന്റെ അടിമത്തത്തിലായപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി അവരുടെ കാനാൻ ദേശം. 2, അവർക്ക് നഷ്ടപ്പെട്ടു പോയി ഇസ്രായേലിലെ രാജാവിനെ. 3, അവരുടെ ജീവിതത്തിന്റെ എല്ലാമായിരുന്ന ജെറുസലേം ദേവാലയം അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുക. ഈ 3 കാര്യങ്ങളാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ ജനത്തോട് പറയുന്നത്, നിങ്ങൾക്ക് അത് മുഴുവൻ ഞാൻ തിരിച്ചു തരും. എസെക്കിയേൽ പ്രവാചകൻ വചനം പ്രസംഗിച്ചപ്പോൾ കിരികിര ശബ്ദം. എന്തായിരുന്നു ഈ കാനാൻ ദേശത്തിന്റെ പ്രത്യേകത? ദൈവമായ കർത്താവ് അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്തതാണ് ഈ കാനാൻ ദേശം. 40 വർഷക്കാലം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നു നീങ്ങിയപ്പോൾ പലപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടായി. ആ യുദ്ധങ്ങളിലൊക്കെ വിജയം വരിച്ച് അവർ നേടിയെടുത്തതാണ് കാനാൻ ദേശം. തേനും പാലും ഒഴുകുന്ന സ്ഥലമാണ് കാനാൻ ദേശം. ദൈവമായ കർത്താവ് ഇസ്രായേലുമായുള്ള ഉടമ്പടി അവർക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് കാനാൻ ദേശം. എന്നാൽ ഇവർ ബാബിലോന്റെ അടിമത്തത്തിലായപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി ഈ കാനാൻ ദേശം. വീണ്ടും കാണുകയാണ്, അവർക്ക് നഷ്ടപ്പെട്ടു പോയി ഇസ്രായേലിലെ രാജാവിനെയാണ് നഷ്ടപ്പെട്ടു പോയത്. ഇസ്രായേലിലെ രാജാവിനെ ഈ ഇസ്രായേൽ ജനം വിളിച്ചത് കർത്താവിന്റെ അഭിഷിക്തൻ എന്നാണ്. എന്നാ പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാവീദിന്റെ വംശ പരമ്പരയിൽ നിന്ന് ഒരു രാജാവ് നിങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി എന്നേരവും ഉണ്ടാകും. ആ ചെങ്കോലും വടിയും ഞാൻ എടുത്തു കളയില്ല എന്ന്. എന്നാ പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിലെ രാജാവിനെയല്ലേ ബാബിലോൺകാര് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്, തടഞ്ഞു വെച്ചിരിക്കുന്നത്, അടിമത്തത്തിലായിരിക്കുന്നത്.
മൂന്നാമതായി നമുക്ക് കാണാൻ സാധിക്കും, ഇസ്രായേൽ ജനത്തെ നഷ്ടപ്പെട്ടു പോയതാണ് അവരുടെ ജെറുസലേം ദേവാലയം. ബാബിലോണിന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ദൈവമായ കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഈ ദേവാലയം അവർക്ക് അമ്മയെ പോലെയായിരുന്നു. അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ 137 സങ്കീർത്തനം വായിച്ചു നോക്ക്. അവർ ഈ ബാബിലോണിന്റെ അടിമത്തത്തിലായിരുന്ന സമയത്ത് ഈ ജനം ദേവാലയത്തിൽ പോകാൻ പറ്റാത്തതിന്റെ വേദന അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, അമ്മയെ മറന്നാലും ജെറുസലേമിൽ ഞാൻ മറക്കിയില്ല എന്ന്. 137 സങ്കീർത്തനത്തിൽ ദൈവമായ കർത്താവ് ദാവീദിനോട് അരുൾ ചെയ്യുന്നുണ്ട്, ബാബിലോൺ നദിയുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. ഈ അടിമത്തത്തിലായിരുന്ന ജനം ഇസ്രായേലിനെ ഓർത്ത് കരയുക. അടുത്ത വചനം ഇങ്ങനെയാണ് പറയുന്നത്, അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു. ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടുവാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. എവിടെയാണ് ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വെക്കേണ്ടത്? ഈ സംഗീത ഉപകരണങ്ങൾ ഇവർ മരത്തിന്റെ മുകളിൽ തൂക്കിയിട്ടിരിക്കുക. ആ സമയത്ത് അടിമത്തത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തോട് ബാബിലോൺകാർ പറയുക, നിങ്ങൾ സംഗീതമൊക്കെ പാട്, നിങ്ങൾ നൃത്തം ചെയ്യ. പക്ഷേ അവർക്ക് നൃത്തം ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ മനസ്സ് മുഴുവൻ മരവിച്ചിരിക്കുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഇസ്രായേൽ ജനം വീണ്ടും കാണുകയാണ്, ജെറുസലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലതുകൈ മറക്കട്ടെ. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമേ, എന്റെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എന്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. കർത്താവേ, ജെറുസലേമിന്റെ ദിവസത്തിൽ ഏദോമിൽ ചെയ്തെന്ത് എന്ന് ഓർക്കണമേ. ദൈവമായ കർത്താവ് ഈ ഇസ്രായേൽ ജനത്തിന് കൊടുത്തതായിരുന്നു ഈ ജെറുസലേം ദേവാലയം. എന്നാൽ ഈ ജനത്തിന് അടിമത്തത്തിലായിരുന്ന സമയത്ത് ജെറുസലേം ദേവാലയം നഷ്ടപ്പെട്ടു പോകുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുക BC 537 കർത്താവിന്റെ വചനം അവിടെ നിറവേറുക. അവർക്ക് നഷ്ടപ്പെട്ടു പോയത് മുഴുവൻ ദൈവമായ കർത്താവ് തിരിച്ചു കൊടുക്കുക. ബാബിലോണിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ അവിടുന്ന് മോചിപ്പിക്കുക. എസെക്കിയേൽ പ്രവാചകരോട് ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, നീ ഈ അസ്ഥികളുടെ താഴ്വരയിൽ പോയി ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുക. ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചപ്പോൾ ഇതാ വരണ്ടുടങ്ങിയ അസ്ഥികളിലേക്ക് എന്താ സംഭവിച്ചേ? ഞരമ്പുകൾ വന്നു. വരണ്ടുടങ്ങിയ അസ്ഥികളിലേക്ക് മാംസം വന്നു. വരണ്ടുടങ്ങിയ അസ്ഥികളിലേക്ക് പുതിയ ചർമ്മം വന്നു എന്നുള്ളതാണ്. എപ്പോഴാണ് വന്നത്? ദൈവത്തിന്റെ വചനം അസ്ഥികളുടെ താഴ്വരകളിലേക്ക് കടന്നു വന്നപ്പോഴാ ഈ കിരികിര ശബ്ദമുണ്ടായത്. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ജനത്തിന് പ്രത്യാശ ലഭിച്ച്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളും അറിഞ്ഞിരിക്കുക, ഓർത്തിരിക്കുക, ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ഏതൊക്കെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടോ, നമ്മുടെ മക്കൾ വായിക്കുന്നുണ്ടോ, അതൊക്കെ ആ മക്കളുടെ ജീവിതങ്ങളിൽ ഇൻസ്പിറേഷൻ കൊടുക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ ഈ മക്കളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫർമേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓരോ ദൈവ പൈതലും തിരിച്ചറിഞ്ഞു. നമ്മൾ കാണുന്നുണ്ട്, മോശ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന അന്തിമ ഉപദേശമുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 32 അധ്യായം 45 മുതൽ 47 വരെയുള്ള തിരുവചനങ്ങളിൽ മോശ ഇസ്രായേൽ ജനത്തോട് പറയുക, മോശയുടെ അന്തിമ ഉപദേശം, മരിക്കുന്നേക്കാൾ മുമ്പ് മോശയ്ക്ക് ഇസ്രായേൽ ജനത്തിന് കൊടുക്കാനുള്ള ഉപദേശമാണ് അന്തിമ ഉപദേശം എന്ന് പറയുന്നത്. ഈ അന്തിമ ഉപദേശത്തിൽ മോശ എന്താ ഇസ്രായേൽക്കാരോട് പറയുന്നത്? ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗ്രതയോടുകൂടി നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഇത് നിസ്സാരമായ കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാണ്. യോർദാൻ അക്കരെ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്ന ഇതുമൂലമായിരിക്കും. എന്നെ ഒരുപാട് സ്പർശിച്ചിരിക്കുന്ന അതിനൊരു വചനം. ഇത് നിസ്സാരമായ കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാ. ഇത് നിങ്ങളുടെ ജീവനാ. ഏതാണ് നിങ്ങളുടെ ജീവൻ? ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനങ്ങൾ, കൽപ്പനകൾ.
അതിനുശേഷം ആ വചനം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? യോർദാൻ അക്കരെ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്ന ഇവ മൂലമായിരിക്കും. നമ്മളൊക്കെ ഓർത്തു നോക്കി, മക്കളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുക. ഓരോ മാതാപിതാക്കൾക്കും മക്കളെ കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ട്. എന്റെ മകൻ ആരായി തീരണം? അമേരിക്കയിൽ ചെല്ലണം, UK ചെല്ലണം, അയർലൻഡിൽ ചെല്ലണം, കാനഡയിൽ ചെല്ലണം, ഓസ്ട്രേലിയ ചെല്ലണം, IELTS പാസ്സാവണം, MBBS പാസ്സാവണം, OET പാസ്സാവണം. വലിയ സ്വപ്നങ്ങളുണ്ട്. അവരൊക്കെ അവിടെ ചെല്ലും. എന്നാൽ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ദൈവമായ കർത്താവിന്റെ ദേശത്ത് ദീർഘകാലം ഈ മക്കൾ വസിക്കണോ? ഈ മക്കളും അവിടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടണോ? ഈ മക്കൾക്ക് ദൈവത്തിന്റെ വചനം കൊടുത്തില്ലെങ്കിൽ മാതാപിതാക്കളെ, നിങ്ങൾ നേടിയതും നിങ്ങൾ സമ്പാദിച്ചതും നിങ്ങൾ സ്വപ്നം കണ്ടതും വൃഥാവിലായിരിക്കും എന്നുള്ളതാ. വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. ഒരു കാലഘട്ടങ്ങളിൽ കുടിയേറി പാർത്തിരിക്കുന്ന യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കാണാൻ സാധിക്കും. 1980 കാലഘട്ടങ്ങളിലൊക്കെ ചെന്നവർ ഇന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ മാതാപിതാക്കളുടെ നൊമ്പരം എന്താണെന്നറിയോ? മക്കളെ ഓർത്തുള്ള വേദനയാ. അവരൊക്കെ പറയും, നാട്ടിലായിരുന്നുവെങ്കിൽ മക്കൾ നശിച്ചു പോകില്ലായിരുന്നു. 80% മാതാപിതാക്കളും ജീവിതത്തിന്റെ സായാഹ്നത്തിൽ കണ്ണീര് പൊഴിച്ചുകൊണ്ടിരിക്കുക. കാരണം അവർക്ക് മക്കൾ നഷ്ടപ്പെട്ടു പോയിരിക്കുക. എപ്പോഴാണ് ഈ മക്കൾ നഷ്ടപ്പെട്ടു പോയത്? മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല രീതിയിൽ ട്യൂഷൻ കൊടുത്തു, അവിടെ കായികമായ കഴിവുകൾ വർദ്ധിക്കാൻ വേണ്ടി, അവിടെ മനസ്സിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാം ഈ മാതാപിതാക്കൾ കൊടുത്തു. പക്ഷേ ഈ മക്കൾ കൈമോശം വന്നു പോയത് എപ്പോഴാണെന്നറിയോ? മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ദൈവത്തിന്റെ വചനം കൊടുത്തില്ല. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ പല മാതാപിതാക്കളും കണ്ണീര് പൊഴിക്കുന്നത്. എന്തിനാ കർത്താവേ ഇത്രയും കാലം ജീവിച്ചേ? ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തർ ഹൃദയത്തിൽ ഇതൊരു നൊമ്പരമായിരിക്കട്ടെ. എന്റെ മക്കളെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കാത്ത ഇന്നൊരു തീരുമാനമെടുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട്. കർത്താവേ, നിന്റെ വചനത്തിന് സൗഖ്യം തരാൻ ശക്തിയുണ്ട്. നിന്റെ വചനത്തിന് വിടുതൽ തരാൻ ശക്തിയുണ്ട്. നിന്റെ വചനത്തിന് തിന്മയുടെ സ്വാധീന വലയങ്ങളെ വിട്ടുപേക്ഷിക്കാനുള്ള ശക്തിയുണ്ട്. ഈ വചനം കൊണ്ട് എന്റെ കുടുംബത്തെ നിറയ്ക്കണമേ, എന്റെ മക്കളെ നിറയ്ക്കണമേ. വചനാധിഷ്ഠമായ ഒരു ജീവൻ നയിക്കുവാൻ നീ എനിക്ക് കൃപ തരണമേ. എസെക്കിയേലും ജെറമിയായും എല്ലാം ദൈവത്തിന്റെ വചനം ഭക്ഷിച്ചതുപോലെ, ആ വചനത്തിൽ സന്തോഷം കണ്ടെത്തിയതുപോലെ എന്റെ കുടുംബം ദൈവവചനത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ നീ കൃപ തരണമേ. വചനത്തോട് ചേർന്നിരിക്കുന്ന കുടുംബമാക്കി എന്റെ കുടുംബത്തെ മാറ്റണമേ.